അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് തുടങ്ങുന്നത് കുഞ്ഞോളുടെ ചൂലിൽ നിന്നാണ്. അടിച്ചോറിനടുത്ത് കൂടെ ചവിട്ടല്ലേ? ഞാൻ ഇജ്ജ് പറയണൊക്കെ കേക്കാട്ടോ. എന്റെ പേരില് ഇജ്ജ് പറഞ്ഞ കൊണ്ടുവരൂല. ഇജ്ജ് പറഞ്ഞ ഞാൻ കൊണ്ടുവരൂലേ? അതിലൊരു കരുതിയത് ഞാൻ പറയണത്. ആൾക്കാർ ചോദിച്ചില്ലേ അൻഷിഫ് എന്താ ടിഷ ബേബിനെ എടുക്കാത്തത് ഇന്ന് ഓലെ പരാതി പരിഹരിക്കാനുള്ള പരിപാടി. ഇന്നത്തെ ബ്ലോഗിൽ ഫുള്ള് ഞാൻ ടിഷ ബേബിനെ എടുക്കാനുള്ള പരിപാടി. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ, ഫാസിസ തടവറയിൽ അലീമയായി നിൽപ്പൂനി എന്നു തീരും ആ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ ചോദിച്ചില്ലേ അൻഷിഫ് എന്താ ടിഷ ബേബിനെ എടുക്കാത്തത് ഇന്ന് ഓലെ പരാതി പരിഹരിക്കാനുള്ള പരിപാടി. ഇന്നത്തെ ബ്ലോഗിൽ ഫുള്ള് ഞാൻ ടിഷ ബേബിനെ എടുക്കാനുള്ള പരിപാടി. പറ്റൂലേ? പറ്റൂലേ? എന്ത് ഓഫാക്കിയാ കൊടുക്കുന്നു? ഇബ്രാഹിം എന്താ പറയണ്ട് ഗൈസ്? എന്താ ഇബ്രാഹിം പറഞ്ഞേ? ഓഫാക്കിയാ കൊടുക്കാറേ. ഓഫാക്കിയാ പിന്നെ കൊടുക്കണ്ടേ? ടിഷുബ മൈക്ക പറിച്ചാലേ ഞാനിപ്പോ തന്നെ നിലത്തുള്ളൂ. ഓഫാക്കുന്നതിന് മുന്നേ തന്നെ ഇടും. ഇബ്രോ ഇന്ന് ഞാൻ കുട്ടീനെ വെച്ചാണ്ടാണ് ഇന്നത്തെ ഫുള്ള് വ്ലോഗ്. അപ്പൊ കുറെ ആൾക്കാരെ വിചാരം സൈക്കിളൊക്കെ വാങ്ങി തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ കുറെ ആൾക്കാർ വിചാരം ഇപ്പച്ചി അതായത് ബാപ്പ കുട്ടീനെ നോക്കലില്ല എന്നാണ്. ഇപ്പോൾ ഓളവിടെ ചോറുന്ന സമയത്തും നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? കുട്ടീനെ നമ്മളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാരണം വീഡിയോയിൽ ഞാൻ എന്തുണ്ടാവില്ല, കുട്ടികളധികം നോക്കുന്നുണ്ടാവില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ആള് ഞാനേ കാരം. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കലും കുട്ടി നോക്കലും പാടെ നടക്കൂല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഓള് ഇവിടെ വീട്ടിലെ വർക്കുകള് അടിച്ചോരല് തുടക്കല് പിന്നെ പള്ളർച്ച മുണുങ്ങല് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളാണ് കുട്ടീനെ നോക്കുന്നത്. അതാരും കാണൂല. ഇപ്പോൾ സമാധാനമായിട്ട് ചോറ് തിന്ന ബീഫും ചോറും മുരിങ്ങാത്താളിപ്പും കൂട്ടി ചോറ് തിന്നാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ കുട്ടീനെ നോക്കണോണ്ടാണ്. അല്ലേ? കണ്ടോ? അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു വർത്താനം കമന്റിൽ പറയരുത്. കാരണം ഇതിന്റെ രാജകുമാരിയാണ് ഈ പൈതല്. ഇത് ഞാൻ ആശിച്ച് മോഹിച്ച് പടച്ചോൻ എനിക്ക് തന്നെ കനിയാണിത്. ടിഷുബ എന്നാണ് ഞങ്ങൾ ഇതിന്റെ പേര്. ചിഞ്ഞപ്പറ്റി ഇങ്ങനെയൊക്കെ പറയൂന്ന് തന്നെ കൊലിവ എനിക്ക് ഇവിടെ അബ്ബൽക്ക് എന്താ പണിയടി? എന്താ പണി? കത്രികൊണ്ടൊക്കെ എന്താ പണിയെന്നാ ചോദിച്ചേ? വെറുതെ കത്രിക എടുത്ത് കളിച്ചെഴുതിട്ടോ. അപ്പൊ ഗൈസ് വേറൊരു കോമഡി എന്താ വെച്ചാൽ ഇന്ന് ഗ്യാസ് കഴിഞ്ഞപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ കുഞ്ഞോളം അമ്മ അവിടുന്ന് കൊണ്ടുവന്നത്. ഇനി ഇതേമാതിരി കാരണം ഞാൻ ഗ്യാസ് നിറക്കാൻ എപ്പോഴും മറക്കും. 2 കുറ്റിയുണ്ട്. പക്ഷെ ഇന്നേ വരെ 2 കുറ്റി ഒപ്പം നിറച്ചാണ്ട് ഇവിടെ വെച്ച ചരിത്രമില്ല. കാരണം കഴിയുമ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഇതാണ് കത്തിക്കും. അപ്പൊ ഇന്ന് താളിപ്പ് ഉണ്ടാക്കിയത് ഇതില്ല. അതൊക്കെ എടുത്തച്ചാ ഇവന്റെ കളിപ്പാട്ടങ്ങളാട്ടോ ഗൈസ് ഇതൊക്കെ. ആ ഏസിന്റെ റിമോട്ടൊക്കെ മര്യാദക്ക് എടുത്തച്ചാ ഞാൻ എൻ്റെ മേത്ത് ഞാൻ വരുത്താക്കും. എൻ്റെ കളിപ്പാട്ടം ആവില്ല. പിന്നെ നല്ല ബീഫ് വെച്ചതുണ്ട്. അതായത് വെച്ചുകാണ്ട് വെക്കുക ചെയ്യുക. ഞങ്ങള് ഇത് വെച്ചുകാണ്ട് ഇപ്പൊ വെച്ചതാണ്. സോനൻ്റെ അവിടെയൊക്കെ എന്താ ചെയ്യല്? വെച്ചുകാണ്ട് തിന്നലല്ലേ. ഞങ്ങൾ വെച്ചുകാണ്ട് വെക്കുക ചെയ്യാം കേട്ടോ ഗൈസേ. അല്ല ജിബ്രാനെ, പിന്നെ ഈ ജിബ്രാനോട് പറയാല്ലോ എന്താ വെച്ചാൽ ഇത് ടിഷ ബേബിക്ക് വാങ്ങി ഊഞ്ഞാലാണ്. ഇത് വലിയ പോത്താണ്. ഇത് ഇതിൽ ആടാൻ പാടില്ല. എന്നോട് തന്നെ പറയല്ലേ ഇതിൽ ആടരുത്. ഓക്കെ? ഓനോടൊക്കെ ഞാൻ പറഞ്ഞോണ്ട് കേട്ടോ. അബ്രാ ആ ഊഞ്ഞാലേ കൈ നല്ല കടച്ചില്ലേടി. ഇത് ഇരുത്തം ശരിയായിട്ടാ അപ്പൊ തന്നെ പോളിയോ. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ടിഷ ബേബിനെ എടുത്താണ്ടട്ടെ ഗൈസ്. ആ 40 ഒക്കെ ഉണ്ടാവും എന്ത് വ്ളോഗ് കയ്യോളം കാക്കുകുട്ടീനെ എടുക്കും. എന്തിനാ കുഞ്ഞോളെ എനിക്ക് ഇനി ഇടങ്ങേറാക്കിയിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നത്? ഇനി ടിഷ ബേബിക്ക് കയറാലും എന്റെ അടുത്ത് അധികം ഇരിക്കണേ. നല്ല ഇഷ്ടത്തിലിരിക്കണത് തന്നെയാണോ? ആ കുറവായിരിക്കും നോക്ക്. പിന്നെ ബോർഡ് അടിച്ചു തരുന്നുണ്ട്. ആദ്യം കാണിക്കണ്ട. ബാലവേലയെന്ന് അറിയും.
പിന്നെ നമ്മളെ പിടിച്ച പോലീസ്. അപ്പം ഇന്നിപ്പോൾ ഗ്യാസ് നിറക്കാൻ പോകണം. ഗ്യാസ് നിറച്ച് കൊണ്ടുവരണം. കാരണം കുറേ ദിവസം കഴിക്കണം ഗ്യാസ് കഴിഞ്ഞിട്ട്. ഇന്നാ കഴിഞ്ഞല്ലേ? ഇന്നാണ് കഴിഞ്ഞത്. അപ്പം ഇന്ന് ഗ്യാസ് പട്ടാളത്തില് എന്താ അല്ല എന്താ എവിടെനു പോലീസുകാരോ അല്ല പട്ടാളല്ല എന്തേനു ഒന്നുമില്ല. എന്നായിക്കോട്ടെ, ഓർമ്മ ഉണ്ടാവുമ്പോൾ അടുത്ത വ്ളോഗിൽ പറയാം, നാളത്തെ വ്ളോഗിൽ പറയാം കേട്ടോ. എന്താ പൊളിച്ചടിച്ചാടെ? എന്താ പൊളിഞ്ഞാടിയേ? എന്താ പൊളിഞ്ഞാടിയേ? കൊട്ടാരത്തിലെ എന്താ ഇതൊക്കെ എന്താ ആക്രമണമൊക്കെ വരുമ്പോഴേ അമ്പിടുമ്പോ തടുക്കാന് ആർമിക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ കൊട്ടാരത്തിലാണെങ്കിലും അതിന് കാവലിക്കണ ആർമിയാണ്. ഓക്കെ. പിന്നെ ഇത് ഇബ്രുവിനെന്ത് പുതിയ എടുത്ത കുപ്പായ കേട്ടോ. കുപ്പായ ട്രൗസർ അത് തന്നെ ഇട്ടേക്കാണ് തിരുമ്പണീനെ മുമ്പ് അല്ലേ. ഓൻ പിന്നെ അങ്ങനെയൊക്കെ ചേലല്ലേ. അത് വാങ്ങിയതാ, അല്ലാതെ തിരുമ്പാനല്ല വാങ്ങിക്കണം. തിരുമ്പിയിട്ട് ഇടണം പുതിയതാകുമ്പോ. അല്ല അത് കുഞ്ഞിനൊക്കെ അറിയാം. ഇബ്രാഹിം എവിടെ വന്നാ ഇടാ അവിടെ ഇരുന്ന ഇരുന്ന് കാണ്ട്. കാരണം അത് നല്ല കനുള്ള കുട്ടിയാണ്. ഞാൻ പള്ളർച്ച തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലാന്നോ? ഞാൻ തിന്നാൻ കൊടുത്തതിന് കണക്ക് പറഞ്ഞിട്ട് ടിഷ ബേബിക്ക് ഫീലാവും. ഫീല് എന്തടി തിന്ന് പള്ളൊക്കെ ചാടിയിരിക്കണ്. അതുകൊണ്ടാണ് കുട്ടീനെ എടുക്കാൻ വയ്ക്കാത്ത. അല്ലാതെ അത് തിന്നു അതല്ല, അതിന്റെ ഇരുത്തം ശരിയില്ല. കൈ കടിയുണ്ടോ? കറക്റ്റ് ആയിട്ട് കുട്ടീനെ എടുക്കണുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് പോകാൻ നല്ല കാര്യം. എന്നിട്ട് അധികം ഇരിക്കൂല. കാരണം കൈ കടി. ഇതാരുടെ ബുക്ക്? അംഗനവാടിന്ന് കിട്ടിയതാ? കളിയേത് പറയാമോ? പല്ലേത് പറയാമോ? പല്ലേതാ? ഏതാണ് എൻ്റെ പല്ല്? എൻ്റെ പല്ല് എവിടെ? അതിൽ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ പല്ല് അതല്ലേ, അത് തട്ടണേന് വേണ്ടല്ലോ. എന്നത് എടുത്തേക്കുക, അല്ലെങ്കിൽ പഠിച്ചു പോയിട്ട്. എനിക്കല്ല കൊണ്ടുവന്നതല്ലേ, ഞാൻ ഓൾറെഡി ആക്കെ പഠിച്ചതാണ്. അല്ലേ കുഞ്ഞോളെ? ഞാനൊക്കെ പഴയ പഠിപ്പിച്ചിട്ടല്ലേ. പിന്നെ ബക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവള് കുട്ടീനെ എടുക്കേണ്ടി വരും കരുതിയിട്ട് ചോറ് കഴിഞ്ഞാലും വെറുതെ ഇങ്ങനെ കുത്തിരിക്കും കുറേ നേരം. അതേപോലെ പോയ ബാത്റൂമിൽ പോയാൽ കുറെ നേരം പുറത്തേക്ക് വരാതിരിക്കുക. കാരണം അപ്പൊ എന്താ വെച്ചാല് കുട്ടീനെ അത്രയും നേരം നോക്കണ്ട. അതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ബുദ്ധിക്കലൊക്കെ ഒന്നും ചെയ്യില്ല എന്നിട്ട് നിങ്ങൾ നോക്കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തി പറയാ, നിങ്ങൾ നോക്കണില്ല. ഞാൻ തിന്നുമ്പോഴും നിങ്ങൾ നോക്കൂല. ആദ്യമായിട്ടാണ് വീഡിയോ എടുത്തപ്പോ ഒന്ന് എടുത്തത്. അപ്പൊ ആരോ പറഞ്ഞു കാണും. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ഓരോ ലൈക്ക് പോയിട്ട് മൂന്നൊക്കെയുള്ള അടിയാവട്ടെ, ചെറുക്കടിയാവട്ടെ കേട്ടോ. നിങ്ങള് ഓളപ്പാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഓക്കെ എതിരാണ് നിങ്ങൾ ലൈക്ക് അടിക്കണം. എനിക്കെതിരാണ് നിങ്ങൾ കമന്റ് ചെയ്യണം. തന്നെ ടിഷുബ. അപ്പൊ ഇന്ന് ഗ്യാസ് ഇറക്കാൻ പോകണം. പിന്നെ തറവാട്ടിലൊന്ന് പോകണം. ഉമ്മാനെ കണ്ടിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അസർക്ക്. ഞാൻ അതൊന്ന് ഉറങ്ങി നീച്ചാണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഒരു റിസോർട്ടിലായിരുന്നു. അപ്പോൾ ഉറക്കൊന്നും ക്ലിയർ ആയിട്ടില്ല. ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയതേനി. ജിബ്രാൻ്റെ പുതിയ വേഷം എങ്ങനെയുണ്ട് ഗൈസ്? ഡ്രസ്സിങ്ങും കോസ്റ്റ്യൂമും പിന്നെ കണ്ണടയും ഒക്കെ ഇതിനനുസരിച്ച്. ഓൻ്റെ കണ്ണട മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ നിലവിലുള്ളൂ. ഓൻ മാത്രമേ അങ്ങനെ ഉഷാറായിട്ട് കൊണ്ടുനടക്കുള്ളൂ. കാരണം ഓനെ എല്ലാം എടുത്ത് വെക്കണത്. ഓഫാക്കിക്കണോ? എന്ത്? ഓന്റെ മാത്രല്ല, ഓൻ ഇവിടെ ഉള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തു വെക്കും. ഓനങ്ങനെ ഒരു ചങ്ങായിയാണ്. നമ്മളെ കാര്യപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഓനോട് ചോദിച്ചാൽ അടുത്ത് കൊണ്ടുവരും ചെയ്യൂട്ടോ. ഓനോട് ചോദിച്ചാ. പക്ഷെ ചില സാധനം ഉണ്ടല്ലോ, ഓനോട് തൊട്ടിത്തറ സാധനം തൊട്ട ചിലപ്പം ചെലുത്തുന്ന പള്ളർച്ച കിട്ടും ചെയ്യും. അതല്ല, ഓനക്ക് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോ എടുത്തത്. ഓൻ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂത്തിക്കും. എന്നിട്ട് പിന്നെ കാണാനില്ലാറ്. ഓന് ഓർമ്മയില്ലായിട്ടാണ് ഓനെന്നീക്കാരം എടുത്തേക്ക. വേറെ ആരും എടുത്തേക്കാൻ വരൂല. എടാ അത് എത്ര മിനിറ്റ് ആയി? 2.5 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താണ്. ടോട്ടൽ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. കുറച്ചേരം കൂടി കുട്ടീനെ എടുക്കേണ്ടി വരുമോ ഗൈസ്? ഏതായാലും ഇതിപ്പോ നിർത്തിക്കളാം. അങ്ങനെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് തുടങ്ങുന്നത് കുഞ്ഞോളുടെ ചൂലിൽ നിന്നാണ്. ഐശ്വര്യമുണ്ടാവട്ടെ, ബർക്കത്തുണ്ടാവട്ടെ എല്ലാവർക്കും. ഇതെന്താ ചെവി പുറത്തേക്കല്ലേ? നമ്മുടെ ഓട്ടെ തട്ടത്തിനോട്ടെ ഗൈസ്, തട്ടത്തിന് മറയത്തെ എല്ലാരും ചെവിയാട്ടോള്.
അപ്പൊ ഞാൻ ഇവിടെ ഓട്ടത്തിയത് അങ്ങനെ ചാടാൻ വേണ്ടി തട്ടത്തിൻ മറയത്തെ സുന്ദരിയല്ലേ ഇവള് തട്ടത്തിൻ മറയത്തെ ചെവിയ. നിങ്ങൾ അടിച്ചോറിനടുത്ത് കൂടെ ചവിട്ടല്ലേ. ഞാൻ അജ്ജ് പറയണൊക്കെ കേക്കാട്ടോ. എന്റെ പെരയില് അതിനാണല്ലോ ഞാൻ പെണ്ണിട്ടി കാണാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിക്കണേ അല്ലേ. ആണല്ലോ ഞാൻ ഇജ്ജ് പറയണ കേക്കാനേ. ഞാൻ തന്റെ അടിമേ ചവിട്ടും ഞാൻ. പിന്നെ പിന്നെ എന്റെ ഇതിനൊക്കെയല്ല ഇവിടെ എന്നെ ഇതാക്കുമ്പോൾ ഇതൊക്കെ പരത്തും ഞാൻ. ഇവിടെയും പരത്തും ഞാൻ. ഇവിടെയും പരത്തും ഇതൊക്കെ പരത്തും ഞാൻ. എത്താട്ടാ എത്ത കാട്ടാ ഓഫാക്കെ ഞാൻ കാണിച്ചു പേടി ഇങ്ങനെ ചവിട്ടും ഞാൻ. പഴിച്ചിട്ട് ആര് എന്തിനെ നോക്ക അടുത്താക്കണേ ഇതിൽ ചവിട്ടിയാണ്ട് പെടുത്താൻ വരും. മാറിന്നാ അടിച്ചു വരികയാണ് പോയിക്കോന്നാ പറഞ്ഞത്. വെറുതെ എന്തിനാണ് ഈ അടി ചോദിച്ചു വാങ്ങണ ഇബ്രാഹിമേ? ആ ഗിഫ്റ്റ് അതൊന്നും വാങ്ങാൻ പറ്റൂല. അതൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ അണ്ണാക്കില് കുടുങ്ങിയാലേ അങ്ങനത്തെ ഒന്നും ഇപ്പൊ നമ്മള് വാങ്ങാൻ പാടില്ല. അതൊക്കെ ടിഷ്യൂ ബേബിന്റെ മുന്നിൽ പെട്ടത് തൊള്ളിക്കൂടെ. അപ്പൊ ഗൈസ് നമ്മളെ സിധു അന്ന് പാട്ട് പാടിയിട്ട് എല്ലാരും ചോദിച്ചു ഇനി സിധു പാട്ടുകാരനാണോന്നുള്ളത്. സിധു വന്നിച്ചാ. അപ്പൊ അന്ന് നമ്മള് ലൈവിലാണ് പാടിയത്. ഇനി നമ്മളെ സിധു എന്താ ഇതിൽ പാടാൻ വേണ്ടിട്ട് പോവാണ്. സിധു നമ്മള് അറിയാത്തൊരു കലാകാരനായ സിലു ജസ്റ്റ് എന്റെ മൈക്കടിക്ക അല്ലേ. സിധു നമ്മളെ അറിയാതെ പോയൊരു കലാകാരനാണ്. അപ്പൊ നമ്മളെ വ്ലോഗിലൊന്ന് പാടിക്കോനെക്കൊണ്ട് ഇങ്ങോട്ട് പാടാ. വെളിച്ചത്തേക്ക് വാ. സൗണ്ട് ഇട്ടരുതട്ടോ. ഇട്ട ഇന്ന് ചറിയില്ല ജന വേറെ പാട്ടല്ല. ആ പാട്ടന്നെ പാടിയാൽ മതി. കാരണം അന്ന് ലൈവിലെ പാടിയത്. ഇത് പിടിച്ചാ സിധുവിന്റെ അല്ലേ. അവിടെ അച്ഛൻ ഉണ്ടാക്കല്ലേ കേട്ടോ. സിധു പാട്ടാടാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് സീത സ്റ്റേജുമ്മ കയറിക്കോ. ഇതായിക്കോട്ടെ സ്റ്റേജ് മാറിക്കടാ. ഇതുമ്മ കയറേ ചേട്ടാ. അങ്ങനെ സ്റ്റേജുമ്മ കയറി പാടിക്കണടാ. അന്നെ സ്റ്റുഡിയോക്കൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഞങ്ങള്. എൻ്റെ കലയെ വളർത്താൻ പരിപാടിയാണ്. ഇനി നാളെ സിനിമ പാട്ടിനൊക്കെ പാടേണ്ടി വരും. സിനിമക്കും ആൽബത്തിനൊക്കെ ലേറ്റീഷ ബേബിയെ ആരാൻ്റെ മുടി കെട്ടിയേ? എന്നാ വെക്കുന്ന ബൈക്ക് മുണ്ടരുതട്ടോ. നിങ്ങളാരും പാടണ്ട. ഓൻ പാടിക്കോളും. അപ്പൊ ഗൈസ് വേദിയിൽ സിധു പാടിക്കോ. ഗസാ തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരയ്ക്കായി ദാഹിച്ചലയുന്നൊരു ചെന്നായ്ക്കൂട്ടം. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അലീമയായി നിൽപ്പൂനി എന്നു തീരും ആ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ. ഗസാ തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരയ്ക്കായി ദാഹിച്ചലയുന്നൊരു ചെന്നായ്ക്കൂട്ടം. അത് അത്ര ഉള്ളു ശരിക്കാ പാട്ട്. ബാക്കി പാട്. അപ്പൊ മദ്രസിൽ പാടിയില്ല പാട്ട്. അറബി പണിലെന്നത് കാണാ പാടിയില്ല കഴിഞ്ഞ ലൈവില് ഇല്ല. അത് ഫുള്ള് പഠിച്ചായിരുന്നോ? പിന്നെ വേറെ 2-3 പാട്ട് പഠിക്കോണ്ട്. ടിവിയിൽ പാട്ടിട്ട് പാടിയിട്ട് കാര്യമല്ല. ഓൻ ടിവിയിൽ പാടുന്ന കോലത്തേക്കാവണം. ഇതൊക്കെ ലക്ഷങ്ങൾ കാണുന്നത്. എൻ്റെ ആൾക്കാർ കാണുന്ന മാത്രമല്ല. നീന എൻ്റെ അടുത്ത് എടുത്ത ഇനായാ ഇജെങ്ങനെയാണ് കുഞ്ഞോളെ വിളിച്ച? കുഞ്ഞോളെ വിളിച്ച ശരിക്കും വിളിച്ച് തൊള്ളേന്ന് തിരിഞ്ഞ് വിളിച്ച്. കുഞ്ഞോളെ അവിടെ പോയി അടുക്കളയില്
അഞ്ഞ് ഇവിടുന്നേ നീച്ച കുഞ്ഞോളെ വിളിച്ചുകാണ്ട് കൊണ്ടുവന്നോളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കുഞ്ഞോളോട്. വേരി അങ്ങനെയല്ല, അവിടെ പോയി വിളിച്ചോണ്ടേ. ഇവള് കൊഞ്ചാണേ, അങ്ങനെ കിട്ടിയിട്ട് കാര്യം. അവിടെ എന്താണ് എന്തിന് ആരാ വിളിച്ചാൻ പറഞ്ഞേ? കൊഞ്ചീറ്റോള് ഓളെ കൊഞ്ചലൊന്നും ഇല്ലാത്ത ടൈമില് കാട്ടിക്കാൻ മൈക്ക കൊഞ്ചലൊന്നും ഇല്ലാത്ത ടൈമിലോള് കുഞ്ഞോളെ വിളിക്കണത് കാണാൻ എന്ത് രസാറിയോ അല്ലേ? കുഞ്ഞോളേന്നാ വിളിച്ച. കുഞ്ഞോളെ ഇന്നലെ ഉണ്ട് ആ ലൈവിൽ അതിന്റെ സൗണ്ട് മാത്രം ആൾക്കാര് എടുത്തിക്കണേ. കുഞ്ഞോളെ കമന്റ് തന്നെ ഉണ്ട് അതിനെ കൊണ്ട് കുഞ്ഞോളേന്ന് വിളിപ്പിക്കുന്നുള്ളത്. പക്ഷെ നമ്മള് പറഞ്ഞു വിളിച്ചും ടീമ തടണ്ടോ ഇബ്രാഹിം കാലെടുത്താടുന്നേ പറഞ്ഞാണ്ട് വിളിച്ചുമ്പോളേ കൊഞ്ചു ഈ ചെറിയ നിക്കണോ നിലത്തണ്ടിരിക്കാ മതി. നോക്കട്ടെ. ജയ് എൻ്റെ അമ്മച്ചി ഒന്ന് കയ്യൊന്ന് കടച്ചിലൊന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. കുറച്ചേരം ഒന്ന് അവിടെ ഇരിക്ക്. ഇവരൊക്കെ കുട്ടികൾ തന്നെയാണ് എൻ്റെ മാതിരി. ഓലപ്പൊക്കെ കുറച്ചേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് കേട്ടോ. ഇല്ല 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 ഇല്ല. പിന്നെ നമ്മളെ അല്ലുണ്ട് കേട്ടോ ഇവിടെ. അല്ലോ എന്താ വർത്താനോ? ഇപ്പാനോട് സുഖല്ലേ ചോദിച്ചോക്കാ. നീക്ക് നോക്കി പറയ് ക്യാമറ. ഞങ്ങൾ അൻസിബ് കാക്കുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നോളാ. ഇവിടെ സിലുണ്ട് കേട്ടോ ഗൈസ്. സിലുവിന് പിന്നെ ഫോണ് കണ്ടാ തുടങ്ങുള്ളൂ ചെറിയും കുറവോ. സിലു എന്താ വർത്താനോ? അതിനൊന്നും ഇപ്പൊ ഇടയിലെ കുളുക്കണ് ഇങ്ങനെ. പിന്നെ എൻ്റെ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടാവും ഗൾഫിൽ നിന്ന്. ഇപ്പൊ എന്നോട് സുഖല്ലേ ചോദിച്ചോക്ക. ഇപ്പൊ എന്താ വർത്താനം ചോദിച്ചോ. ഇങ്ങോട്ട് നോക്കി പറയ്, ക്യാമറയ്ക്ക് നോക്കി പറയ് ഇതിക്ക് നോക്കി പറയ്. ഇപ്പൊ എന്താ വർത്താനം ചോദിച്ചോക്ക്. ഇതിക്ക് നോക്കിയാണ്ട് എന്നാലുള്ള എനിക്ക് ഞാൻ നിർത്തുള്ളൂ. സുഖല്ലേ? നിങ്ങളെ കാണാൻ പുതിയക്കണേ. ഇതിക്ക് നോക്കി പറയ്. ഇപ്പൊ ഇതിക്കാ നോക്ക. എന്റെ ഇപ്പൊ ഇതിലെ കാണുക. ഇതിക്ക് നോക്കി പറയ്. നിങ്ങളെ കാണാൻ പുതിയക്കണേ. ഇവളെ ഗൈസ് ഇവള് ഫുള്ള് കുറവെത്തിയാട്ടോ. അതായത് ഒരു ക്യാമറയ്ക്ക് നോക്കുക, ഒരാൾക്കാരോട് വർത്താനം പറയാ, ഒന്നും കഴിയൂല. അപ്പൊ അങ്ങനെ ആകരുത് കേട്ടോ. അല്ല നമ്മള് പതുക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി എടുക്കും. ഓക്കെ വർത്താനം പറയിപ്പിച്ച് ഓണാക്കി എടുക്കും. ഓക്കെ പേടിയൊക്കെ മാറിയില്ല ഇപ്പൊ കൊറേ. പേടിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ മനുഷ്യന്മാരാണ് കേട്ടോ. ഇനായൊക്കെ കണ്ടിലേക്ക് ഇപ്പൊ തന്നെ ഡയലോഗ് അടി. എടി ചായക്കെന്താ കടി? ഇവനോട് ഞാൻ ഈ ഊഞ്ഞാലും എങ്ങനെ ആട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിക്കണല്ലേ? ഇറങ്ങിപ്പോയിക്കോടുന്നു കേട്ടോ. കുഞ്ഞോളെ ചായ ഒരു മനുഷ്യന് കുടിച്ചാൻ പറ്റില്ല കേട്ടോ. സൂപ്പറാ കുട്ടീൻ്റെ കുട്ടിയേ. ചായ ഉണ്ടാക്കിയണ്ടല്ലോ നമുക്ക് പൂതി തീരൂല. ഇന്ന് എന്തൊക്കെയാണ് ചായക്കടി? എന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞോട്ടെ, ഞാൻ ഇറങ്ങിപ്പോന്ന്. ഇന്ന് എന്തൊക്കെയാ ചായക്കടി? നേന്ത്രപ്പഴം കോഴിമുട്ട ഇല്ലേ? മുട്ടപ്പഴം എന്നല്ല പറയണ്ടേ, കോഴിമുട്ടയും നേന്ത്രപ്പഴം. ഞാൻ ഇവിടെ ഇരുന്നോണ്ടേ നമുക്ക് ഇവിടെ ഇങ്ങനെ വ്ളോഗ് ഒക്കെ എടുത്തിക്കാണ്ട്. മൈക്കല്ല എൻ്റെ അടുത്ത്. സ്റ്റൂളാണോ വലിയ കസാരയാണോ വേണ്ടത്? ഞാൻ ഇവിടെ ഇരുന്നോണ്ടേ ഇടങ്ങാറാണ്ട ഇവിടെ ഇല്ല ഗൈസ്. അതല്ല ഈ ലൈറ്റ് ഒക്കെ ഇട്ടാ ഞാൻ കുറച്ച് കളറായിട്ട് കാണട്ടെ, ആൾക്കാർ ക്ലിയർ ആവട്ടെ. അതുകൊണ്ട് ഇട്ടാ മതിയല്ലോ. അതന്നെയല്ലേ ഞാൻ ചോദിച്ചത്, വലിയ കസാരയാണോ സ്റ്റൂളാണോ വേണ്ടത്? അത് ചോദിച്ചത് ഇതൊരു മുതൽ തന്നെ കേട്ടോ കുഞ്ഞോളെ. മുതലായാണ് കെട്ടിയത് എല്ലാം കൊണ്ടും
ഒരു ഇതാണ് ആ മൈക്ക് കൊളത്തിക്കള പച്ചയാണല്ലോ കത്തുന്നത്. ആ പച്ചന്നെ കത്തണ്ട്. നീലല്ലത്തണ്ട് ലൈവ് ഇട്ടപ്പോ നീല കത്തിയത് ആര് ഇതിന് എല്ലാരും ഫുൾ ടൈം നീലേന് നീലത്യ അല്ലാതല്ല അതിന്റെ വോയിസ് പുറത്തത്തെ വോയിസുകളെ കുട്ടികളൊക്കെ കേൾക്കണം. അപ്പൊ ജസ്റ്റ് ടൈം ഒന്നുകൂടെ നിൽക്കാൻ അപ്പൊ പച്ചയാവും. ആ മഞ്ഞ ലോങ് പ്രസ് അല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഉള്ള മെച്ചം എന്താ വെച്ചാൽ ഇതിപ്പോ അവിടെ ഇരുന്ന ഇജ്ജുണ്ടാവില്ല ഫ്രെയിമില്. ഇവിടെ നിന്നാ മതി. ചേച്ചി ഇങ്ങനെ പോയി തമ്പുരാട്ടിയാളെ പോയി കുത്തിറക്കൊന്നും വേണ്ടപ്പോ ആ അടുപ്പത്ത് നിന്നിട്ട് ഇവിടെ നിക്കാൻ നേരില്ല, ചോറ് വെക്കണം. അതിന് ഗ്യാസ് ഉണ്ടോ? ഇല്ല, നിങ്ങൾ ചോറ് കൊണ്ടുവരുമോ? ഈ ഗ്യാസ് മേലെ വെച്ചാൽ എന്താ എനിക്ക്? പക്ഷെ അതല്ല, ആ ഗ്യാസ് തീരുവേ. ഈ വെള്ളം തിളച്ച് ചോറായി. നാളെയാണ് ഇന്ന് തീരാറ് ആവശ്യം. നാളെ സ്കൂളില്ലതല്ലേ. രാവിലെ ചോറ് മാത്രം വെച്ചാ പോരെ, ചോറും കൂട്ടാനും ചോറൊക്കെ ചോറിനായി ചോറില്ലാത്ത തെരുവിലെ അവസ്ഥ ഇവിടെ. ഗ്യാസ് അങ്ങനെ അറിയാം. ഗൈസിന് ഗ്യാസ് എന്നറിയാം. ചൂടുണ്ടോ? ചൂടുണ്ടോ? ചൂടാ ഗൈസ്. ഇപ്പൊ ചൂടാക്കിയതാ. ചൂടാക്കിയതാ. നമ്മള് രാവിലെ നീച്ചാലേ എപ്പോഴും ഒരു മുട്ട മുട്ട 2 കോഴിമുട്ട. ഇതൊക്കെ നീല കളറ് അതിന്റെ ഇതിൻ്റെതാണ്. ഞാൻ ഇതിൽ വെച്ചിനി തോല് ഒളിച്ചങ്ങാണ്ട് പഴത്തിന്റെ ഒപ്പം എവിടെങ്കിലും ഒക്കെ തോലൊക്കെ ഒളിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടേക്കും. എന്താണ് അതിന്റെ ചിത്രമൊക്കെ മുട്ടന്റെ പറ്റ ചൂടാറിയാ പിന്നെ തോലൊളിച്ചാനും കയ്യൂലായിരിക്കണ്ട്. ആ ചൂടില് തോലൊളിച്ചാണ്ട് വേറെ എവിടെയും വെച്ചാ മക്കൾ എടുക്കും ചിലപ്പോ. കാണുന്നോടത്ത് വെച്ചാല് രാവിലെ ശരിക്കും നമ്മൾ എന്നും 3 കോഴിമുട്ട രാവിലെ എല്ലാവരും ദിവസം 3 കോഴിമുട്ട കഴിക്കും. ഒന്ന് മഞ്ഞ കൂട്ടി കഴിക്കുക, 2 വെള്ളം മാത്രം കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഹ്യൂമൻ ബോഡിക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോട്ടീന് 3 ഗ്രാം പ്രോട്ടീനാണ് ഒരു കോഴിമുട്ടയിലുള്ളത് അല്ലേ? മുട്ട ശരിക്കും അത്രയും നല്ല സാധനം. നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സും ഏതൊക്കെ ഫുഡ് എടുത്ത് നോക്കിയാലും മുട്ടന്റെ ആ ഒരു ഹെൽത്തിക്ക് അനുസരിച്ചുള്ള വേറൊരു ഫുഡില്ല. അതായത് 10 രൂപക്കിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ പ്രോട്ടീൻ സംഭവമാണ്. മുട്ട ആകെ 4 മുട്ടയുള്ളൂ. മക്കളൊക്കെ അല്ലേ? എത്ര 100 റുപ്യക്ക് ഒരു മുട്ടക്ക് എത്ര? 10 റുപ്യ? 10 അല്ലല്ലോ, 7 8. മറ്റേ മുട്ടക്ക 10 റുപ്യ അല്ലേ? നാടൻ മുട്ട അറിയണോ? മുട്ടക്ക നാടൻ മുട്ട താറാവ് മുട്ട ഒക്കെ 10. നാടൻ മുട്ട എനിക്ക് ഇട്ടാലേ. പക്ഷെ ആ നാടൻ മുട്ട വാങ്ങാതിരിക്കാൻ എന്താ? അത് ഒറിജിനൽ നാടൻ മുട്ടയാക്കാരാ. ചൈനന്റെ നാടൻ മുട്ട. പിന്നെ മുട്ടക്കുണ്ടോ ഈ നാടൻ മുട്ട നല്ല മുട്ട എന്നുള്ള ബെനിഫിറ്റിന് മാറ്റമൊന്നുമില്ലല്ലോ. ഡോക്ടേഴ്സ് ഒക്കെ അപ്പൊ നാടൻ മുട്ട തന്നെ തിന്നണം എന്നല്ലല്ലോ പറയാ, മുട്ട കഴിക്കണം എന്നല്ലേ അറിയാം. അതിപ്പോ ഈ കോഴി പറഞ്ഞ കോഴി തിന്നാ മതി. നമ്മള് നാടൻ കോഴി അറിയണ എന്തിനാണ്? അതിങ്ങനെ തീറ്റൊന്നും കൊടുക്കാതെ നാട്ടിലത്തെ ഇങ്ങനെ കൊത്തി തിന്നുണ്ടായി നാട്ടിലത്തെ ഉറപ്പ്. അതുകൊണ്ടാണ് ആ എല്ലിന്റെ ഉറപ്പ് കണ്ടിട്ടില്ലേ ജി നാടൻ കോഴിന്റെ. മറ്റേത് പറഞ്ഞാല് കുത്തിവെച്ച്. പക്ഷെ മുട്ടക്കോഴികൾ ഏത് മുട്ടക്കോഴിയാണെങ്കിലും ഉറപ്പുണ്ടാവും. ഇപ്പൊ നമ്മള് ലഗൂൺ ബിരിയാണി വെക്കണത് മുട്ടക്കോഴി വെച്ചിട്ടാണ്. അതിന്റെ എല്ലിന്റെ ഉറപ്പില്ലേ? അത് മുട്ട ഇടുന്ന പ്രസവിക്കണ പെണ്ണിന് ഉറപ്പുണ്ടാവും എല്ലിന്, പല്ലിനല്ല. പല്ല് പോകും കുത്തിട്ടിയ. പക്ഷെ പ്രസവിക്കണ പെണ്ണുങ്ങൾക്ക് ഉറപ്പില്ലാതൊക്കെ ചെയ്യാം. എന്റെ മുടിയൊക്കെ കണ്ടില്ലേ കൊയ്യന്?
അത് കാൽസ്യക്കുറവാണ് അതിനെ കൽസ്യ കുറവന്നെ ഉണ്ടാവുക. അതന്നെ, അത് പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 6 മാസത്തിൽ അത് ഉണ്ടാവും. 6 മാസമൊക്കെ 9 മാസമായി. ആദ്യത്തെ ഒരു കൊല്ലം അത് ഉണ്ടാവും. പിന്നെ നമ്മളത് ഉണ്ടോക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ലൈവില്. അടങ്ങാറുണ്ട് കുട്ടിക്ക്. എന്ത് കഷന്റെ ആയാലും എന്താണ് അന്ന ഞാനാണ് ഇവിടെ മുടി വെച്ചത്. ജല്ലഞ്ഞ് തയ്ക്കണത് ഞാൻ തയ്ക്കണത് നാട്ടുകാരങ്ങളെ തയ്ച്ചത്. എനിക്കറിഞ്ഞ അജ്ജ് മാത്രല്ല കാണാന്, പക്ഷെ എനിക്കറിഞ്ഞ ഞാനാണ് കാണാന്. ആ ഒരു നേന്ത്രപ്പഴത്തിന്റെ കട്ടിങ് ചെറുതായിട്ട് ചീള് പോലെ തോലരിഞ്ഞത്. ഇന്നിപ്പോ ചോറ് കൊണ്ടുവരണേ പീടി പോകണം. എത്രയും ദൂരം പോകണം. അല്ലേ നിങ്ങൾ പിടിക്കോളൂലേ? ഇവിടുന്ന് പുറത്തിറങ്ങൂല. പോവാൻ എന്തെങ്കിലും ഇവിടെ എവിടെയൊക്കെ പോയി പോരേയുള്ളൂ. അല്ലെ അതുകൊണ്ടാണ് മറ്റേത്. അല്ലെങ്കിൽ ഇപ്പൊ ചോറും കൂട്ടാനും ഒക്കെ അയിമലാവണ്ടേ. നാളെ ആവുമ്പോലേ അത് കുറച്ചാണ് കഴിഞ്ഞാൽ കെട്ട നാളെ സ്കൂളുള്ളതാണ്. ഓൾക്ക് ചോറും കൂട്ടാനൊക്കെ ആക്കേണ്ടതല്ലേ. ഉച്ചക്കോ പൊറാട്ടൊന്നും പറ്റൂല. ജൗദനൊന്നും പൊറാട്ട അങ്ങനെ തിന്നും. ചോറ് എത്ര വേണം? അറിയില്ല. ഒരു പൊതി 2 ആൾക്ക് ഉണ്ടാവില്ലേ? അതുണ്ടാവും. അപ്പോൾ 5 പൊതിയൊക്കെ. മക്കളെത്ര ആളുണ്ട്? ഓല് നമ്മളിവിടെ 3. സിലു അല്ലോ ഇനായ 6. പിന്നെ ഞാൻ നിങ്ങള് 8 ആള്. ടോട്ടൽ കുട്ടികൾ എത്ര ഉണ്ട്? ടോട്ടൽ കുട്ടിയല്ലോ സിധുവിനും കൂടി കൂട്ടി 7 ആൾക്കാരുണ്ടാകും. 7 ആൾക്കാർ. ഓൽക്കൊരു 3 ചോറ് വാങ്ങിയാൽ മതി. നമുക്ക് 2 എണ്ണം. അപ്പൊ എത്ര എണ്ണായി? 5 എണ്ണം. അതിനെ ഞാനും പറഞ്ഞത്. എല്ലാവരും അരി വാങ്ങിയ അതിന് അരി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അരി തൊള്ളിക്ക് ഇടിയേ. വാങ്ങിയ അരി തൊള്ളിക്ക് അങ്ങനെ ഇടുക കേക്ക് കണ്ട്. ഇന്നലെ കറക്റ്റ് 5 മണിക്ക് ഞാൻ ഇന്നലെ കറക്റ്റ് 5 മണിക്ക് ഞാൻ വിളിച്ച് കാക്കൂനോട്. കാക്കൂന്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കഴിഞ്ഞു. റിസോർട്ട് ലൈഫായിട്ട് ലേഡീസ് ഒക്കെ അല്ലേ, സ്ത്രീകളപ്പല്ലേ ഉറക്കം വരില്ലല്ലോ. അപ്പൊ ഞാൻ ഉറങ്ങല്ലേ? ഉറങ്ങാനാണെങ്കിൽ റിസോർട്ടിൽ പോകണം. പെരി കിടന്നുറങ്ങിയാ പോലെ. അപ്പൊ ചോറും കൊണ്ടല്ലോ പെരി കിടന്നുറങ്ങണോ? ഇജ്ജ് പറഞ്ഞ ഇജ്ജ് പറഞ്ഞ ഞാൻ കൊണ്ടുവരൂലേ? അതല്ലേ കരുതിയത് ഞാൻ പറയണത്. ഇല്ലേ നിങ്ങളറിയോലോ. ഗൈസ് അപ്പൊ നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ ഞായറാഴ്ചയാണ് ഞങ്ങളെ ഇങ്ങോട്ടിപ്പം കളിച്ചല്ലേ ചായക്ക് മുടിയോട് കോഴിയുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിന്ന് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഞായറാഴ്ചയാണ്. ബാക്കിയുള്ളടത്ത് എന്താ അവസ്ഥ എന്ന് അറിയില്ല അല്ലേ. അപ്പൊ ഞായറാഴ്ച വ്ളോഗാണിത്. നമ്മളെ ഞായറാഴ്ചന്റെ വ്ളോഗിന്റെ പ്രത്യേകത അറിയില്ല നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടേ, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചലില്ല. ഞങ്ങളെ അടുത്താ അത് വെച്ചറിയുമ്പോ നിങ്ങൾക്ക് ബഹുമാനം എന്ന് പറഞ്ഞ വാക്കുകളിൽ ബഹുമാനിക്കാത്തൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ അല്ലാത്ത ബഹുമാനം എനിക്ക് കുറെ കുറവുണ്ട്. എന്തൊക്കെയാ? റെസ്പെക്ട് ഇല്ലാത്തൊരു കപ്പിൾ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് റെസ്പെക്ട്. അഡ്ജസ്റ്റ്മെന്റിനെക്കാട്ടിലും മുഖ്യ ഇതിൽ നിൽക്കുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ നിലനിൽപ്പ് എന്ന് പറയും. ഞാൻ അഡ്ജ് റെസ്പെക്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എന്ത് ഞാൻ എന്താ ചെയ്യാത്ത? ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മളെന്തെങ്കിലും പറഞ്ഞാ പിന്നെ അത് ചൂടാവും. പിന്നെ ഒരു ബഹുമാനം ഒരു ബഹുമാനൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്താ കാട്ടിയെന്നൊക്കെ ചോദിച്ചു വരികയാണ്. അതൊക്കെ തന്നെ പ്രശ്നേ. അത് പറ. ഞാൻ എന്താ റെസ്പെക്ട് അത് പറ, ഇങ്ങോട്ട് പറ. ഇതാണ് അവസ്ഥ. ഓള് ബഹുമാനിച്ചതൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അല്ല നിങ്ങളങ്ങനെ അതൊക്കെ നമുക്ക് ജീവിച്ച് ഇങ്ങനെ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് അന്നൊപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ബഹുമാനം പല സ്ഥലത്ത് കുറവുണ്ട്. വാക്കുകളിലൊന്നല്ല, പിന്നെന്താണ്? പ്രവർത്തികളില്. എന്താണ് ഒരു പ്രവൃത്തി? അതിപ്പോ ഞാന് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്ത് മാപ്പിളാര് ഓർമ്മയിലൊക്കെ എങ്ങനെ പറയണ്ടേ നമ്മൾ ഉറങ്ങാൻ നേരത്തൊക്കെ കുട്ടിനെ കുട്ടീനെ കൊണ്ടുവന്ന് തരിക. പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കസാല വലിച്ച നമ്മക്ക് ഇരിക്കണോടത്ത് ഇടാനേ അപ്പുറത്തെ കസാല വലിച്ചാണ്ട് കണ്ടോ ഇപ്പൊ കണ്ടല്ലോ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ കണ്ടത്. ഇനി കൂടുതൽ വേണ്ടല്ലോ, വേണോ ഗൈസ് കൂടുതൽ? മരിച്ചത് ഞാനല്ല നീയാണ് കുഞ്ഞോളെ, കൊന്നത് ഞാനല്ല നീയാണ് കുഞ്ഞോളെ. എനിക്ക് ആ ഗ്യാസ് കത്തിച്ച് കുറച്ച് അരി ഇടേണ്ട താമസമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 10-20 ഉറുപ്പ്യ കൊണ്ടിട്ട്. അതല്ല, ഞാനിപ്പോ ഇന്ന് മാത്രാണെങ്കിലും ഓക്കെ, നാളെ അവർക്ക് സ്കൂളില്ലെങ്കിൽ ഞാൻ വെച്ചീനി. പിന്നെ നാളെ ആക്കും പോലെ ഗ്യാസ് നിറച്ച് കിട്ടിയാൽ മതി. പക്ഷെ നാളെ രാവിലെ ഗ്യാസ് നിറച്ച് കിട്ടൂലല്ലോ. അഥവാ അത് കഴിഞ്ഞാല് പിന്നെ ഞാൻ കുടുങ്ങും. ഓൾക്ക് സ്കൂൾക്ക് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകേണ്ടതാണ്. ഓഫാക്കിട്ട് തരാൻ ഓളിങ്ങളൊക്കെ അന്യ ഇതായിട്ട് കാണുന്നത്. സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ആൾക്കാരാണ്. നമ്മൾ സന്തോഷത്തോടെ കഴിയുന്നതാണ് ഓൾക്ക് ഇഷ്ടം. ഒരു മടിക്ക കണി ജാടയാണ്. പിന്നെ ഓള് പണ്ടൊന്നും വീഡിയോയിൽ ഉമ്മ കൊടുക്കണില്ല, അപ്പോൾ വീഡിയോയിൽ ഉമ്മ കൊടുക്കണ്ട്. പിന്നെ അത് മാത്രല്ല, ഞാൻ അതാ ഉമ്മ തന്നില്ലെങ്കിൽ അനക്കെതിരേക്കാരെല്ലാരും ആ ഓളിങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണൊക്കെ തരില്ലോ. ഒരു ഉമ്മ കൊടുത്താൽ ഇപ്പൊ എന്താ ചെങ്ങായി അത്രയും മനസ്സിറങ്ങാറായി ചോദിച്ചിട്ട് ഒരു ബഹുമാനമില്ലാത്ത ഒരു മനസ്സിന് അലിവില്ലാത്ത പെണ്ണുകാര്. ഞാൻ അഥവാ ഉമ്മ എന്നാലോ തീരെ ഉറപ്പില്ലേ ഓക്ക് ഒരു പബ്ലിക്കിന്റെ മുന്നിലാണോ ഒക്കെ കാടും ചെയ്യും. എന്നിട്ട് പിന്നെ പബ്ലിക്കിന്റെ മുന്നിലാണോ ഇത്തരം കോപ്രായങ്ങൾ കാട്ടുന്നത്? ഒളിപ്പില്ലാത്ത ഫാമിലി. അൻഷിഫ് മൂലിക്കലിന് കുറച്ച് അന്തമുണ്ടെന്ന് കരുതിയിരുന്നു, ഇപ്പൊ അതുമില്ല. ഞാൻ സങ്കല്പിക്കണ കമന്റ് അല്ലേ, അവിടെങ്കിലും ഞാനൊന്ന് ഹീറോ ആയിക്കോട്ടെ കുഞ്ഞോളെ. കുഞ്ഞോളെങ്ങനെയാണ് വെച്ച് കുറവാ അങ്ങനെ ഒരു നോട്ടം. കപ്പിൾ വ്ളോഗാണ് ഗൈസ്, കപ്പിൾ വ്ളോഗാണ്. നമ്മളെന്താ പറയുക, നമ്മളെപ്പോഴും നമ്മളെ ഭാര്യമാരെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. ഭർത്താക്കന്മാർക്കുള്ള ബഹുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോരെ ബഹുമാനിക്കണം. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. എന്തേ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ അസൂയയും അഹംഭാവവും അഹങ്കാരവും മനസ്സിൽ കൊണ്ടുനടന്ന് യൂട്യൂബിൽ വ്ളോഗ് ചെയ്തിട്ട് അതിനൊരു കമൻറ്റ് പോലും ഇടാതെ വീഡിയോ കണ്ടിട്ട് നിനക്കൊന്നും കമൻ്റ് ഇല്ലടാ, നിനക്കൊന്നും ലൈക്കില്ലടാ എന്നും കരുതി നടക്കുന്ന ഈ ഒരു തലമുറയോട് എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. ഇത്രത്തോളം അന്തമില്ലാത്ത ഒരു മന്ദപ്പുകളാണോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? അല്ല എങ്കിൽ നിങ്ങളൊരു കമൻ്റ് അടിക്കോ, അൻഷിഫ്ക ഞങ്ങളുടെ മുത്ത്, കുഞ്ഞോൾ ഞങ്ങളുടെ സ്വത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമൻ്റ് ഇട്ട് നോക്കൂ. നിങ്ങളെ എന്തിഷ്ടമാകും? ഐ ലവ് യു അൻഷിഫ്ക. ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ പറഞ്ഞ കമൻറ്റ് ഐ ലവ് യു അൻഷിഫ്ക. ആ കമൻ്റൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ കുഞ്ഞോളെ? അങ്ങനത്തെ ഒക്കെ ഇഷ്ടാ. ചായ കുടി കഴിഞ്ഞു ഗൈസ്. പിന്നെ കുട്ടികളെയും കൊണ്ട് നഴ്സറിക്ക് പോണം. എന്തിനാ? ജിബ്രാന്, ടിഷ, ഇനായ, എന്താ മറ്റേ പോളിയോ അല്ലേ അതുണ്ടെന്ന്. കുത്തിയൊക്കെല്ലേ ഇങ്ങനെ തുള്ളി മരുന്നേ തൊള്ളി കുറ്റിച്ചിന്. ജിബ്രാനും ഇനായക്കും ടിഷക്കും എപ്പോഴാണ്? ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ആയിക്കുന്നു. സമയം കൂടി നോക്കാം. എപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്? ഇപ്പൊ അല്ല, 10 മണിക്കാണ് തുടങ്ങതേ അംഗനവാടിയിൽ. എത്ര മണി വരെ? ഉച്ച വരെയാണ് തോന്നുന്നത്. ഉച്ച. അടുത്ത പ്രാവശ്യം കൊടുക്കും. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞായറാഴ്ച അല്ലേ? ഇപ്പൊ പോയി കൊടുത്തു പോരേ. കുത്തിയൊക്കെ അല്ലേ, വേഗം തൊള്ളിക്ക് 2 ഉറ്റിച്ച് പറഞ്ഞേക്കൂലേ. ചോറുണ്ടേ ഉച്ചക്കല്ലേ? പക്ഷെ ഞങ്ങൾക്ക് ബിരിയാണി ഇട്ട്
ആരും ബിരിയാണി ഉണ്ടല്ലേ വെറും ചോറ ഉണ്ടല്ലേ ബിരിയാണിയാണ് അപ്പൊ എനിക്ക് വേണ്ടിയത് അല്ലേ ആണെന്നല്ല പറഞ്ഞത് വെറുംചോർക്ക് കൂട്ടാനൊക്കെ വേണ്ടേല്ലേ ചില്ലറ വളവത്തില്ല ഇപ്പൊ എങ്ങനെയാലും ഇത് സദ്യമൊക്കെ മറിച്ചാനാ നോക്കണല്ലേ പക്ഷെ സദ്യമൊക്കെ മറിച്ചില് നടക്കൂല കുറ്റാലൊക്കെ നമ്മളെ ഏൽപ്പിച്ച് പോയതാണ് എന്നിട്ട് നമ്മളിത് ഇവരെ ഇവിടെ ഇല്ല സദ്യ പറിച്ച റബ്ബ് കരുതി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സദ്യ നിങ്ങൾ പറഞ്ഞതല്ലേ കുട്ടികളെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞേച്ചിട്ട് ഒരു ദിവസം പോകാന്ന് സദ്യ മാത്രല്ല ഇന്നിപ്പോ ഇനായ എവിടെയാണ് അല്ല ചിഞ്ചുനും അനുവിനും വർക്ക് ഉണ്ട് എത്തിയോ ആ പിന്നെ അല്ലു ഷീലു ഉണ്ട് അൻസിത ഉണ്ട് അവിടെ ടൗൺ സ്ക്വയർ പേര് ഇല്ല പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല ഇല്ല പറയണം മനസ്സിലായോ പറഞ്ഞില്ലല്ലേ ഇല്ലാന്ന് പറയണം പറയാൻ പഠിക്കണം നോ പറയേണ്ടടുത്ത് നോ പറയണം ചിഞ്ചുവിന്റെ ഒക്കെ പ്രശ്നമാണ് ചിഞ്ചൊക്കെ എന്നെ പറ്റി പറയണതാണ് നോ പറയേണ്ടടുത്ത് എനിക്ക് നോ പറയാൻ വയ്ക്കൂല അത് ശരി കേട്ടോ നമുക്ക് നോ പറയേണ്ടടുത്ത് നോ അറിയില്ല കാരണം ഇവിടെ അതിന് പകരമുള്ള അതാ പറയാ ഒക്കെ പറ്റാത്ത കണ്ടാല് അവിടെ നോ പറഞ്ഞാൽ തീരുന്ന കേസുള്ളൂ അവള് നോ പറയില്ല ബാക്കിയെല്ലാം പറയില്ലേ നമുക്ക് അങ്ങനെ റീൽ എടുക്കണുണ്ടോ നോ പറയേണ്ടടുത്ത് നോ പറയാ എന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള ഒരു പ്രശ്നം നോ പറയാ ഒട്ടും പറയാത്ത ഇപ്പോൾ നോ പറയേണ്ടടുത്ത് നോ മാത്രം പറയില്ല ബാക്കിയെല്ലാം നടക്കുന്ന ആളൊക്കെ കൂടുതൽ അത് നമുക്ക് റീൽ എടുക്കണം കേട്ടോ ഓർമ്മിപ്പിക്കണം ജി സ്റ്റാർട്ട് കഴിഞ്ഞു ഓക്കെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ആര് എന്തിനാടാ എന്നിട്ടോ ജുബ്രല്ലേ പോടാ പറഞ്ഞത് അപ്പൊ ജുബ്രൂക്കനെ കിട്ടിയത് ആരെടുത്തന്നെ ഇവനെ തന്നെ ഇവൻ പെണ്ണല്ല അപ്പൊ പൊടിന്നല്ല പറയണ്ടത് ഇവന് പോടാ പറഞ്ഞു അപ്പൊ ഓൽക്കനെ കിട്ടിയില്ല അടിയിട്ടോ എന്തിനാ അങ്ങനെ മുഖം കനപ്പിച്ചേക്കണേ സിധു അല്ലും പോയി സിലു അല്ലൊക്കെ പോയോ സിലും പോയിട്ടില്ല എന്താ എന്താ പറയാൻ പറ്റോ നിങ്ങൾക്കൊന്നുമില്ല എല്ലാവർക്കും ഒന്നെ ഇത് കുറച്ച് ബാലുള്ള അത് എടുക്കുക പിന്നെ കുറച്ച് ഇതോട്ടെ ബലം കുറവാ ഇതിന് കുറച്ച് ബലം കൂടും കേട്ടോ ഇതാണ് ഏറ്റവും വലുത് അത് സിലുവിനോട് ഇവിടെ വരാൻ പറയും അങ്ങോട്ട് വരാൻ പറ ആ പൈസ മേലൊക്കെ പെന്നോടൊന്ന് മാർക്ക് ചെയ്തൊക്കെ സിലു ഇവിടെ വാ സിൽ കൊണ്ടേ താങ്ക് യു അറിയില്ല ഇവിടെ വാ ഒരാളൊരു സാധനം തന്നെ എന്താ പറയല് എന്താ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിക്കണേ എന്നിട്ട് എന്താ പറയാന് അതിനും കുറവാണ് ഓക്കെ താങ്ക് യു പറയാന് ഇത് അല്ലുവിന് കൊടുക്കണം കേട്ടോ ഓക്കെ സെറ്റായില്ല ഇപ്പൊ എല്ലാരും വിനായ എന്താ അവസ്ഥ ഉഷാറല്ലേ ഇനിയിപ്പോ ഇവിടെ ചെവിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ഇനിയില്ല ഇനി എന്തിനാണ് എല്ലാവർക്കും കൊടുത്തല്ലേ ഇപ്പൊ അതിനിപ്പോ അതൊക്കെ മനസ്സിലാവില്ല
അത് കൊടുക്കണ്ട തുറന്നതോ എന്നാ എന്നാ ഹാപ്പി ആയോ ഓൽക്ക് കൊടുത്തിക്കണം കേട്ടോ സിലുവിന്റെ കയ്യിലുണ്ട് അല്ലുവിനുള്ളത് കേട്ടോ ഓളെ ഏൽപ്പിച്ചിക്കണം കേട്ടോ ഇനി മുട്ടായിക്ക് കൊണ്ടുമ്പോഴത്തേനും കൊണ്ടുവരണം കേട്ടോ നിങ്ങള് അങ്ങനെണ്ടോ പൊട്ടിച്ചാനാക്കരുത് കേട്ടോ അതിന് ഓലേക്കാരോ പൊട്ടിച്ചല് ഇതന്നെ വെച്ചോ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഓളെ തൊള്ളി കൊണ്ടുപോകാണ് ആ പേടി ഇപ്പൊ കുറച്ചേരം കൊടുത്താളോ ഓളെ ഇടുമ്പോ എടുത്താ മതി ഇവിടെ തന്ന തള്ളേ വാങ്ങി എറിയുന്നു ഒന്നായിട്ട് കയറ്റണ്ട മുറിയാകോ